പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മെയ് 8 വ്യാഴം. പ്രധാന വാർത്തകൾ. ഈ വർഷം അവസാനത്തോടെ വൈദ്യുതി രംഗത്തെ സബ്സിഡികൾ പിൻവലിക്കില്ലെന്ന് അതോറിറ്റി ഫോർ പബ്ലിക് സർവീസസ് റെഗുലേഷൻ അറിയിച്ചു. സബ്സിഡി പൂർണ്ണമായും നിർത്തലാക്കുന്നുവെന്ന പ്രചരണം തെറ്റാണെന്നും ഒമാൻ റേഡിയോയിലെ ഇക്കണോമിക് ഫോറം പരിപാടിയിൽ സംസാരിക്കവേ അതോറിറ്റി ചെയർമാൻ ഡോക്ടർ മൻസൂർ ബിൻ താലിബ് അൽ ഹിനായി വ്യക്തമാക്കി. നിലവിലെ പിന്തുണ സംവിധാനങ്ങൾ നിലനിർത്തുന്നതിനോടൊപ്പം മേഖലയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത ആവർത്തിക്കുകയും ചെയ്തു. 2025 അവസാനം വരെ സബ്സിഡികൾ പൂർണ്ണമായും നിർത്തലാക്കാൻ ഉദ്ദേശമില്ലെന്നും അൽ ഹിനായി സ്ഥിരീകരിച്ചു. വിവിധ ഗവർണറേറ്റുകളിൽ പൊടിക്കാറ്റ് രൂക്ഷമായി. നിരവധി പാതകളിൽ മണൽ നിറഞ്ഞു. തുറന്ന സ്ഥലങ്ങളിലും മരുഭൂമിയിലും പൊടിക്കാറ്റ് ശക്തമാകുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. വടക്കൻ ഗവർണറേറ്റുകളിലാണ് പൊടിക്കാറ്റ് ശക്തമായത്. പൊടിപടലങ്ങൾ അനുഭവപ്പെടുന്ന സമയങ്ങളിൽ യാത്രക്കാർ കൂടുതൽ ജാഗ്രത പാലിക്കണം. റോഡുകളിൽ മണൽ നിറയുന്നത് യാത്ര ദുഷ്കരമാക്കും. രാജ്യത്തിന്റെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും തെളിഞ്ഞ അന്തരീക്ഷമാണ് അനുഭവപ്പെട്ടത്. താപനില വീണ്ടും ഉയർന്നു തുടങ്ങി. വിവിധ ഭാഗങ്ങളിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില അനുഭവപ്പെട്ടു. മൊസന്തം വിമാനത്താവളത്തിന്റെ വാല്യൂ എഞ്ചിനീയറിംഗ് പഠനത്തിനായുള്ള ബിഡുകൾ ക്ഷണിച്ച് സിവിൽ ഏവിയേഷൻ അതോറിറ്റി. ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിനും സ്ഥിരതയുള്ള മെറ്റീരിയലുകളുടെ ഉപയോഗം ഉറപ്പുവരുത്തുന്നതിലൂടെ പദ്ധതിയുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ പഠനം കൊണ്ടുവരുന്നത്. ഈ മാസം 11-ന് മുമ്പായി രേഖകൾ കൈപ്പറ്റുകയും 22-ന് മുമ്പായി ബിഡ് സമർപ്പിക്കുകയും വേണമെന്ന് അധികൃതർ അറിയിച്ചു. അമേരിക്കയും യമനിലെ ഹൂതികളും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ എത്തി. ഒമാന്റെ മധ്യസ്ഥതയെ തുടർന്നാണ് ചെങ്കടലിലും ബാബ് അൽ മന്ദബ് കടലിടുക്കിലും സംഘർഷം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിയത്. അമേരിക്കയുമായും യമനിലെ സൻആയിൽ ബന്ധപ്പെട്ട അധികാരികളുമായും നടത്തിയ സമീപകാല ചർച്ചകൾക്കും ഇടപെടലുകൾക്കും ശേഷമാണ് കരാറിലെത്താൻ കഴിഞ്ഞതെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് വ്യക്തമാക്കി. കരാർ പ്രകാരം ചെങ്കടലിലും ബാബ് അൽ മന്ദബ് കടലിടുക്കിലും അമേരിക്കൻ കപ്പലുകൾ ഉൾപ്പെടെ ഇരുകക്ഷികളും മറുവശത്തെ ലക്ഷ്യമിട്ട് ആക്രമണത്തിൽ ഏർപ്പെടില്ല. ഇതുവഴി നാവിഗേഷൻ സ്വാതന്ത്ര്യം സംരക്ഷിക്കുകയും അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകളുടെ തടസ്സമില്ലാത്ത ഒഴുക്ക് ഉറപ്പാക്കുകയും ചെയ്യും. വെടിനിർത്തലിലേക്ക് നയിച്ച ക്രിയാത്മക സമീപനത്തിന് ഇരുകക്ഷികളെയും ഒമാൻ അഭിനന്ദിച്ചു. നീതി, സമാധാനം, എല്ലാവർക്കും അഭിവൃദ്ധി എന്നീ പൊതുലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൂടെ പ്രാദേശിക വിഷയങ്ങളിൽ കൂടുതൽ പുരോഗതി കൈവരിക്കാൻ ഈ കരാർ വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. യമനിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാൻ ഒമാൻ നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളെ അഭിനന്ദിച്ച് ലോകരാജ്യങ്ങൾ. അമേരിക്കയ്ക്കും യമനും ഇടയിൽ വെടിനിർത്തലിലേക്ക് നയിച്ച നിർണായക മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഗൾഫ് സഹകരണ കൗൺസിൽ ഒമാനെ പ്രശംസിച്ചു. പ്രാദേശിക സമാധാനവും സുരക്ഷയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സുൽത്താനേറ്റിന്റെ സൃഷ്ടിപരവും സജീവവുമായ പങ്കിനുള്ള തെളിവാണിതെന്ന് GCC സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽ ബുദൈവി പ്രസ്താവനയിൽ പറഞ്ഞു. പ്രാദേശിക പിരിമുറുക്കം വർദ്ധിക്കുന്ന നിമിഷങ്ങളിൽ ഒമാന്റെ നിശബ്ദ നയതന്ത്രം വീണ്ടും ഒരു വിശ്വസ്ത മധ്യസ്ഥനായി നിലകൊള്ളുന്നുവെന്ന് അൽ ബുദൈവി എടുത്തു പറഞ്ഞു. വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും ആത്മസംയമനം പാലിക്കണമെന്ന് സുൽത്താനേറ്റ് ഓഫ് ഒമാൻ ആവശ്യപ്പെട്ടു. ഇരു രാജ്യങ്ങളും സമാധാനപരമായ സംഭാഷണങ്ങൾക്ക് മുൻഗണന നൽകണമെന്നും വിദേശകാര്യ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. നിലവിലെ അപകടകരമായ സാഹചര്യം ലഘൂകരിക്കാനും പരസ്പര ധാരണ വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള നയതന്ത്ര മാർഗങ്ങൾ സജീവമായി പിന്തുടരാനും മന്ത്രാലയം നിർദ്ദേശിച്ചു.
മേഖലയിലെ നിലവിലെ സംഘർഷം വളരെയധികം ആശങ്കയോടെയാണ് നിരീക്ഷിക്കുന്നതെന്നും ഈ അപകടകരമായ സംഘർഷം നിയന്ത്രിക്കാനും സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുന്നതിനും സമാധാനപരമായ സഹവർത്തിത്വവും ഐക്യവും കൈവരിക്കുന്നതിനും രാഷ്ട്രീയ പരിഹാരങ്ങൾക്ക് മുൻഗണന നൽകണമെന്നും ഒമാൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ദേശീയ സാംക്രമികേതര രോഗങ്ങളുടെ സർവേ പുരോഗമിക്കുന്നു. വിവിധ ഘട്ടങ്ങളിലായാണ് നടപ്പാക്കുന്നതെന്ന് ആരോഗ്യ മന്ത്രാലയം NCD ഡയറക്ടർ ജനറൽ ഡോക്ടർ ഷത്ത ബിൻ സയീദ് അൽ റൈസി പറഞ്ഞു. സാംക്രമികേതര രോഗങ്ങളുടെ അപകടസാധ്യത കുറയ്ക്കുന്നതിനും രോഗപരിപാലനം മെച്ചപ്പെടുത്തുന്നതിനും ഉയർന്ന നിലവാരമുള്ള ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് സർവേ നടത്തുന്നത്. 15 വയസ്സിന് മുകളിലുള്ള എല്ലാ പൗരന്മാരും താമസക്കാരും ഫീൽഡ് വർക്ക് ടീമുകളുമായി പൂർണ്ണമായി സഹകരിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം അധികൃതർ അഭ്യർത്ഥിച്ചു. ഒമാന്റെ മധ്യസ്ഥതയിൽ നടന്നുവരുന്ന US-ഇറാൻ ആണവ കരാർ ചർച്ചയുടെ 4ാം ഘട്ടം മസ്കത്തിൽ നടക്കുമെന്ന് റിപ്പോർട്ട്. ഈ മാസം 3-ന് റോമിൽ നടക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന 4ാം ഘട്ടം ലോജിസ്റ്റിക്കൽ കാരണങ്ങളാൽ മാറ്റിവെക്കുകയായിരുന്നു. മെയ് 11 മസ്കത്തിൽ അടുത്ത ഘട്ട ചർച്ചകൾ നടക്കുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 1-3 ഘട്ട ചർച്ചകൾക്ക് മസ്കത്ത് വേദിയായിരുന്നു. ഗുണകരമായ രീതിയിലാണ് ചർച്ചകൾ മുന്നോട്ടു പോകുന്നതെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള വിവാഹമോചനങ്ങൾ സാധൂകരിക്കുമോ എന്നതിൽ വ്യക്തത വരുത്തി ഒമാൻ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ. വികസിച്ചുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ ലോകത്തെ അംഗീകരിക്കുന്നതോടൊപ്പം വിവാഹത്തിന്റെ പവിത്രതയെ ഊന്നിപ്പറഞ്ഞുകൊണ്ടുമാണ് ഇത് സംബന്ധിച്ച് ജുഡീഷ്യൽ കൗൺസിൽ വിശദീകരണം പുറപ്പെടുവിച്ചത്. വാട്ട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ വഴി നടത്തുന്ന വിവാഹമോചനം ഒമാനിൽ നിയമപരമായി ബാധകമാണെന്ന് കൗൺസിൽ സ്ഥിരീകരിച്ചു. ഭർത്താവ് നൽകിയതാണെന്ന് വ്യക്തമായി തെളിയിക്കപ്പെട്ടാൽ സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള വിവാഹമോചനം സാധുവാണെന്നും സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ അറിയിച്ചു. നിസ്വയിലെ ഒമാൻ അക്രോസ് ഏജൻസി മ്യൂസിയത്തിൽ അന്താരാഷ്ട്ര ടൂറിസം സമ്മേളനം മെയ് 18-ന് ആരംഭിക്കും. 3 ദിവസങ്ങളിലായി സമ്മേളനം തുടരും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.